ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഫിഷ് കറി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ മീൻ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഫിഷ് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്നതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ഫിഷ് തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാവുക. ഇവിടെ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ്. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട കേട്ടോ, കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊരു തരിയുള്ള രൂപത്തിൽ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ. പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കുതിർത്ത് വെക്കുക. പിന്നെ ഞാനിവിടെ നവരമീനാണ് എടുത്തിട്ടുള്ളത്. നവരമീൻ, കിളിമീൻ എന്നൊക്കെ പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഫിഷ് വെച്ചിട്ടും നമുക്കിതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് മാത്രം മതി, തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെറുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് 2 പച്ചമുളക് നടുകീറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്തേക്ക് നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പം കുറച്ചുകൂടി ഒരു വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയ സമയത്ത് പുളിയുടെ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പുളി തന്നെ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞിട്ട് ആ ഒരു പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കറിയൊക്കെ എല്ലാ ഒരു മീനും മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് നീക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം പച്ച മീനാണല്ലോ. അപ്പോൾ മീൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിട്ട് ഇളക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു അടപ്പൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഒരു മീനൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ചിട്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യണേ. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ടൊന്ന് വറവിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ഉടൻ തന്നെ അടപ്പ് അടച്ചു വെക്കണേ. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മുളക് പൊടി ഒഴിക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കുമേ. അപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു അടപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ ആ ഒരു കറി കാണാനായിട്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഹോട്ടലിലും അതുപോലെ എല്ലായിടത്തും ഈ ഒരു രീതിയിലാണ് മീൻ തേങ്ങ അരച്ചിട്ട് വെക്കുക. അപ്പോൾ നാട്ടിലൊക്കെ നന്നായിട്ട് അരച്ചിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടി നല്ല ടേസ്റ്റാണ് ഇതുപോലെ മീൻ തേങ്ങ അരച്ച് വെച്ചാൽ. അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.